എങ്ങനെയാണ് കൊട്ടാരത്തിൽ കടന്നുകൂടേണ്ടത്? എപ്രകാരമാണ് താതാജിയരോട് പകരം ചോദിക്കേണ്ടത്? ഇങ്ങനെ മനസ്സിനെ മന്ഥിക്കുന്ന ചിന്തകളുമായി രാജവീതിയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ വാർത്ത രാമന്റെ ചെവിയിലെത്തിയത്. ആസ്ഥാന മണ്ഡപത്തിൽ ഉത്തരേന്ത്യക്കാരനായ ഒരു മഹാപണ്ഡിതൻ ആത്മീയ പ്രഭാഷണം നടത്തുന്നുണ്ടത്രേ. അവിടെ സന്നിഹിതനായിരിക്കുന്ന കൃഷ്ണദേവരായർ പണ്ഡിതവര്യണനുമായി വാദിച്ചു ജയിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നുള്ളു പോലും. വാർത്തയറിഞ്ഞ് ധാരാളം ആളുകൾ ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം തെന്നാലി രാമനും ചേർന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന മേടയിൽ അടുത്തടുത്തായി രാജാവും പുരോഹിതനും മന്ത്രിപ്രധാനികളും ഉപവിഷ്ടരായിരുന്നു. അവർ ധരിച്ചിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളും സ്വർണ്ണ കിരീടങ്ങളും മറ്റും കണ്ടപ്പോൾ രാമന് കൊതി തോന്നി. സുകൃതം ചെയ്തവർ, രാമൻ അറിയാതെ പറഞ്ഞുപോയി. ഉത്തരേന്ത്യൻ മതപണ്ഡിതന്റെ അനുഗ്രഹ പ്രഭാഷണം അനർഗളം പ്രവഹിക്കുകയായിരുന്നു. ലോകമായകളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ച് പണ്ഡിതൻ ശ്രോതാക്കളെ വീർപ്പ് മുട്ടിച്ചു. എന്നാൽ കൃഷ്ണദേവരായരുടെ മനസ്സിലൊരു ചോദ്യമുയർന്നു. ഈ പണ്ഡിതനോട് 4 ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ച് അയാളെ ഒന്നിരുത്തുവാൻ തൻ്റെ രാജ്യത്ത് ആരുമില്ലേ? അപ്പോഴാണ് തിരക്കിനിടയിൽ നിന്ന് തെന്നാലി രാമൻ പണ്ഡിതന്റെ സവിധത്തിലേക്ക് കടന്നു വന്നത്. ക്ഷമിക്കണം പണ്ഡിത ശ്രേഷ്ഠ, സാധുവായ ഈ ഉള്ളവന് ചില സംശയങ്ങൾ ചോദിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അനുവാദം കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ, ചോദിച്ചോളൂ. താങ്കൾ സഹധർമ്മിണി സമേതനായിട്ടാണോ ഇവിടെ എത്തിയിരിക്കുന്നത്? ഒരു കുശലാന്വേഷണം എന്നതുപോലെ രാമൻ ചോദിച്ചു. ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ നാം ഭാര്യയെ കൂട്ടുന്നത് പതിവില്ല. അപ്പോൾ പ്രൗഢയായ ഒരു സ്ത്രീ അങ്ങയോടൊപ്പം ഉള്ളതോ? അത് നമ്മുടെ ദാസിയാണ്. നമ്മുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൂടെ സഞ്ചരിക്കുന്നവളാണ്. കൊള്ളാം. ഭാര്യ ഗൃഹത്തിലും ദാസി കൂടെയും. ആ ഫലിതം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഏവരും ആർത്തു ചിരിച്ചു. കൃഷ്ണദേവരായർക്കും തെന്നാലി രാമന്റെ ബുദ്ധിശക്തിയിൽ മതിപ്പ് തോന്നി. എത്ര ലാഘവത്തോടെയാണ് അയാൾ പണ്ഡിതനെ മുട്ടുകുത്തിച്ചത്! മഹാനുഭാവ, വൈരാഗിയാണെന്ന് പ്രശംസിക്കുന്ന അവിടുന്ന് പട്ടുവസ്ത്രങ്ങൾ ഉടുക്കുന്നതും തങ്കപ്പതക്കങ്ങൾ കഴുത്തിൽ ധരിച്ചിരിക്കുന്നതും ധർമ്മമാണോ? തെന്നാലി രാമന്റെ പരിഹാസ്യത നിറഞ്ഞ ആ ചോദ്യം പണ്ഡിതന് വീർപ്പുമുട്ടുളവാക്കി. ഇവയെല്ലാം ഓരോരോ പ്രമാണിമാർ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ളവയാണ്. അതെയോ? അപ്പോൾ സംഭാവനയായി ലഭിക്കുന്നത് എന്തും സ്വീകരിച്ച് അത്യാഡംബരമായി ജീവിച്ചുകൊള്ളാൻ ഏതു നീതിശാസ്ത്രത്തിലാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്? പണ്ഡിതനെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമായിരുന്നു അത്. ഒന്നും പറയാൻ വയ്യാതെ അയാൾ പരിഭ്രമത്തോടെ നിന്നു. രാജാവും പരിവാരങ്ങളും സദസ്യരും ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. തെന്നാലി രാമന്റെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങൾ അവർക്ക് നന്നേ രസിച്ചു. ഒരു ചോദ്യം കൂടി ചോദിക്കുവാനുണ്ട്, തെന്നാലി രാമൻ പറഞ്ഞു. പരുങ്ങലോടെ നിന്ന പണ്ഡിതൻ വിയർക്കുവാൻ തുടങ്ങി. രാമന്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയുവാൻ സഭാവാസികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. സർവവും മായാമയമാണെന്ന് പ്രശംസിച്ചു നടന്ന് സാധാരണക്കാരായ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിങ്ങൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് എന്തിനാണ് ഈ മായാദേഹം കൊഴുപ്പിക്കുന്നത്? എന്തിനായിട്ടാണ് നിങ്ങൾക്ക് ഭാര്യയും ദാസിയും? എന്തിനാണ് നിങ്ങൾ പട്ടുവസ്ത്രങ്ങൾ അണിയുന്നത്? നാണം എന്ന് പറയുന്നത് ഒരു തോന്നൽ മാത്രമാണെങ്കിൽ നഗ്നനായ ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മാതൃകയായിക്കൂടെ? ഇപ്രകാരമുള്ള തെന്നാലി രാമന്റെ ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങൾക്ക് പണ്ഡിതാഗ്രസരന് പറയുവാൻ മറുപടികളില്ലായിരുന്നു. അപമാനഭാരത്താൽ തലയും കുമ്പിട്ടുകൊണ്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. യുക്തിയുക്തം ചോദ്യങ്ങൾ ചോദിച്ച് പണ്ഡിതനെ നാണം കെടുത്തി ഓടിച്ച തെന്നാലി രാമനെ ഏവരും പ്രശംസിച്ചു. സദസ്യരെല്ലാം പിരിഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ രാമനെ അടുത്ത് വിളിച്ച് കൃഷ്ണദേവരായർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? രാമൻ,
തെന്നാലിയിൽ നിന്ന് അങ്ങയുടെ ആശ്രിതനായി കഴിയുവാൻ കൊതിയോടെ വന്നിരിക്കുന്നവനാണ്. നല്ലത്. നിങ്ങളൊരു ബുദ്ധിശാലിയാണെന്ന് നാം നേരിൽ കണ്ടറിഞ്ഞിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നാം പിന്നീട് അറിയിച്ചുകൊള്ളാം. ഇതാ ഈ പണക്കിഴി സ്വീകരിച്ചുകൊള്ളൂ. കൃഷ്ണദേവരായർ സമ്മാനിച്ച പണക്കിഴി തെന്നാലിരാമൻ സസന്തോഷം സ്വീകരിച്ചു. അയാൾ യാത്ര പറഞ്ഞു പിരിയുവാൻ സമയത്ത് മഹാരാജാവ് ഓർമ്മിപ്പിച്ചു, കൂടെ കൂടെ നമ്മളെ വന്ന് കാണുവാൻ മറക്കരുത്. ഉത്തരവ് പ്രഭോ. അങ്ങനെ കൃഷ്ണദേവരായരുമായുള്ള തെന്നാലിരാമൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ച ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു.